തൊമ്മൻകുത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കിയ കുരിശടി വനത്തിലോ കയ്യേറ്റ ഭൂമിയിലോ അല്ല, കൈവശ ഭൂമിയിലായിരുന്നു. സർക്കാരിന്റെ മൗനാനുവാദമില്ലാതെ ഇത് സാധ്യമല്ല. അതല്ലെങ്കിൽ കർഷക വിരുദ്ധനോ അഴിമതിക്കാരനോ വർഗീയവാദിയോ ആയ ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന കൈവശ ഭൂമിയിലെ ഏതൊരു വീടും നശിപ്പിക്കാമെന്ന ഭയാനക സ്ഥിതി വന്നിരിക്കുന്നു. ഡൽഹിയിൽ കുരിശിന്റെ വഴി തടഞ്ഞതിനെതിരെ പ്രതിഷേധിച്ചവരാണ് ഇടുക്കിയിലെ കുരിശടി തകർത്തത്. യുപിയിലെ ബുൾഡോസർ രാജിൽ ചോര തിളപ്പിച്ചവരാണ് കേരളത്തിൽ കുരിശ് പിഴുതത്. താരതമ്യപ്പെടുത്തുന്നില്ലെങ്കിലും ഭരണഘടനയും നിയമവാഴ്ചയും മതേതരത്വവും ഒക്കെ ഉത്തരേന്ത്യക്കും ദക്ഷിണേന്ത്യക്കും വെവ്വേറെയാണോ എന്ന് CPM പറയണം. ശനിയാഴ്ച ഇടുക്കി ജില്ലയിലെ തൊമ്മൻകുത്തിലെത്തിയ ഉദ്യോഗസ്ഥർക്ക് ഉത്തരേന്ത്യയിൽ മുസ്ലിം സമുദായത്തിന്റെ വീടുകൾ ഇടിച്ചു നിരത്തിയവരുടെ ഭാഷയായിരുന്നു. മനുഷ്യാവകാശവും ന്യൂനപക്ഷാവകാശവും ഒക്കെ രാഷ്ട്രീയമാക്കാത്തവർക്ക് അത് മനസ്സിലാകും. ഉത്തരേന്ത്യയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇടിച്ചു നിരത്തിയത് അനധികൃത നിർമ്മാണങ്ങളാണെന്നായിരുന്നു. തൊമ്മൻകുത്തിലെത്തിയ ദുഷ്പ്രഭുക്കളും അത് തന്നെ പറഞ്ഞു. സംസ്ഥാനം ഏതായാലും ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന നട്ടലുള്ള ഭരണാധികാരികൾ ഉള്ളിടത്ത് ഇതൊന്നും നടക്കില്ല. കോതമംഗലം രൂപതയിലെ തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്ത് സ്ഥാപിച്ച കുരിശാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തകർത്ത് ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയത്. ക്രൈസ്തവരുടെ വേദനയ്ക്കും രോഷത്തിനുമിടെ അവർ കുരിശ് ചുമന്ന് കാളിയാർ റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി. 1977 ജനുവരി 1 മുൻപ് കൈവശമുണ്ടായിരുന്ന ഭൂമിക്കെല്ലാം പട്ടയം നൽകാൻ നിയമമുള്ള നാട്ടിലാണ് 65 കൊല്ലമായി ജീവിച്ചു വരുന്നവരുടെ മണ്ണിലെ കുരിശ് തകർത്തത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു വിശ്വാസി പള്ളിക്ക് എഴുതി കൊടുത്ത സ്ഥലത്തായിരുന്നു കുരിശടി. അവിടെ നിന്ന് 750 മീറ്ററെങ്കിലും അകലെയാണ് വനം വകുപ്പ് ജെണ്ട സ്ഥാപിച്ചിരിക്കുന്നത്. എന്നിട്ടും അവർ പറയുന്നത് സ്ഥലം വനം വകുപ്പിന്റേതാണെന്നാണ്. ഇവിടെ കൈവശ ഭൂമിയിൽ നിരവധി വീടുകളുണ്ട്. നാളെ അവയും തകർക്കുമോ? അതോ കുരിശാണോ ഉദ്യോഗസ്ഥനെ പ്രകോപിപ്പിച്ചത്? ബുൾഡോസർ രാജിൽ പങ്കെടുത്ത വനിത ഉൾപ്പെടെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇടുക്കിയിലെ കൈവശ ഭൂമികളിലെ എല്ലാ ആരാധനാലയങ്ങളിലും എത്തി ഈ ധീരത കാണിക്കുമോ എന്ന് ചോദിക്കുന്നില്ല. കാണിക്കില്ലെന്നറിയാം. ക്രൈസ്തവരുടെ ഭൂമി കയ്യേറുന്നിടത്തെല്ലാം ഇവിടുത്തെ മതേതര രാഷ്ട്രീയക്കാർ പ്രകടിപ്പിക്കാറുള്ള കരുതലും സംയമനവും തൊമ്മൻകുത്തിലും ദൃശ്യമായി. കേരളത്തിലെ ലക്ഷക്കണക്കിന് പൗരന്മാർ തൊമ്മൻകുത്തിലും ഉൾപ്പെടെ കൈവശ ഭൂമികളിൽ ജീവിക്കുന്നുണ്ട്. അവിടെ വീടുകളും വിവിധ മതസ്ഥരുടെ ആരാധനാലയങ്ങളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെയുണ്ട്. അതൊക്കെ കയ്യേറ്റമാണെന്ന് കരുതുന്ന വനം വകുപ്പിലെ വിവരദോഷികളെ ആദ്യം ചരിത്രം പഠിപ്പിക്കണം. അതറിയാവുന്നവരെ വകുപ്പിന്റെ മന്ത്രിയാക്കണം. സമാനതകളില്ലാത്ത ദുരിതകാലത്ത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ സർക്കാർ കർഷകരെ കുടിയേറാൻ നിർബന്ധിച്ചു എന്നത് ചരിത്രമാണ്. 1940-ലെ കുത്തകപ്പാട്ട വിളംബരവും 1955-ലെ ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീമും കുടിയേറ്റക്കാർക്ക് 5 ഏക്കർ സ്ഥലവും 1000 രൂപയും സൗജന്യമായി കൊടുക്കാമെന്ന സർക്കാർ പത്രപരസ്യവുമൊക്കെ ആ ചരിത്രത്തിലുണ്ട്. അന്നവർ കേരളത്തിന്റെ രക്ഷാസൈന്യമായിരുന്നു. നിരവധി പേർ കൊല്ലപ്പെട്ട വിശപ്പിന്റെ യുദ്ധത്തെ നേരിട്ട സൈന്യം. അവരുടെ മക്കളെ നിന്ദിക്കരുത്. കുടിയേറ്റ ജനതയുടെ ചരിത്രത്തെ ചവിട്ടിത്താഴ്ത്താൻ പരിസ്ഥിതി നാട്യക്കാർക്കൊപ്പം നിന്ന നന്ദികെട്ട രാഷ്ട്രീയക്കാരാണ് മലയോര കർഷകരെ ആട്ടിയോടിക്കാൻ വന്യജീവികൾക്കൊപ്പം വനം വകുപ്പിനെയും അഴിച്ചുവിട്ടത്. വന്യജീവി ആക്രമണവും കർഷക ഭൂമി കയ്യേറ്റങ്ങളും ആലുവ മൂന്നാർ രാജപാത തട്ടിയെടുക്കലും ഈ ബുൾഡോസർ രാജ്യമെല്ലാം പരസ്പര ബന്ധിതമാണ്. മലയോര ജനതയുടെ ജീവിതം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പരിസ്ഥിതിക്കാരുടെയും ഔദാര്യത്തിന് തീറെഴുതിയതോടെ ഒരു കേസും കോടതിയിൽ പോലും വിജയിക്കാത്ത സ്ഥിതിയിലെത്തിക്കഴിഞ്ഞു. ഇത്തരക്കാർ കെട്ടിച്ചമച്ച കയ്യേറ്റ കഥകളും വ്യാജ റിപ്പോർട്ടുകളുമാണ് കോടതികളിലേക്ക് എത്തുന്നത്. കേന്ദ്രത്തിന്റെ വിവിധ വകുപ്പുകളിലേക്കുള്ള റിപ്പോർട്ടുകളും തയ്യാറാക്കുന്നത് വനം വകുപ്പാണ്. എങ്ങനെ നീതി ലഭിക്കും? എന്തിനാണ് ജനങ്ങളെ തോൽപ്പിക്കാൻ ഒരു സർക്കാർ? മലയോരവാസികൾക്ക് വന്യജീവികളുടെയും വനം വകുപ്പ് പ്രമാണിമാരുടെയും ശല്യം ഒരുപോലെ നേരിടേണ്ട സ്ഥിതിയാണ്. അവരിലെ ക്രൈസ്തവർക്ക് മതവിരുദ്ധരെയും നേരിടേണ്ടി വന്നിരിക്കുന്നു. കുടിയേറ്റ ക്രൈസ്തവർക്ക് കുരിശ് ഒരു അലങ്കാരമല്ല. കൊടിയ ദുരിതങ്ങളുടെയും വന്യജീവി ആക്രമണങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും മരണമഴകളുടെയും കുടിയേറ്റ കാലത്തെ കരുത്തായിരുന്നു. അതിൽ തൊടുമ്പോൾ പൊള്ളും സർക്കാരെ. കയ്യേറ്റത്തെക്കുറിച്ചല്ല, കൈവശാവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. സർക്കാർ ഭൂമിയിലെ അനധികൃത ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കണമെന്ന കോടതി ഉത്തരവിനെ പിന്തുണച്ച് കഴിഞ്ഞ ജൂൺ 1 ദീപിക എഴുതിയ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് ദൈവനാമത്തിൽ കയ്യേറ്റം വേണ്ട എന്നായിരുന്നു. കഴിഞ്ഞ മാസം പരുന്തുംപാറയിൽ സ്വകാര്യ വ്യക്തി നിരോധനാജ്ഞ ലംഘിച്ച് കുരിശ് സ്ഥാപിച്ചെന്ന് പറഞ്ഞ് പൊളിച്ചു നീക്കിയപ്പോൾ ആരായാലും നിയമം പാലിക്കണമെന്നായിരുന്നു നിലപാട്. പക്ഷേ ആ സ്ഥലം ഉടമയുടെ വാദത്തിന് കൃത്യമായ മറുപടി നൽകാനോ പരിസരത്തെ മറ്റ് അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനോ ആരെയും കണ്ടില്ല. ഭരിക്കുന്നവർക്കില്ലാത്ത മതേതരത്വം ഉദ്യോഗസ്ഥർക്കുണ്ടാവില്ല. കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും അതാണ് സംഭവിക്കുന്നത്. ബാക്കിയൊക്കെ ഫാസിസത്തോളം പോരുന്ന രാഷ്ട്രീയ നുണകളാണ്. ക്രൈസ്തവരുടെ പ്രതികരണം ഹിംസാത്മകമാകില്ലെന്ന ബോധ്യം ബലഹീനതയെ കരുതരുതെന്ന് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ഭരണകൂടങ്ങളെ ഈ വിശുദ്ധവാരത്തിലും ഓർമ്മിപ്പിക്കുകയാണ്. മതപരിവർത്തനം ആരോപിച്ച് കള്ളക്കേസെടുത്തവരും കുരിശിന്റെ വഴി തടഞ്ഞവരും കുരിശൊടിച്ചവരുമൊക്കെ അധികാര തിമിർപ്പിലായിരിക്കാം. ക്രിസ്തുവിനെ നിന്ദിച്ചും പരിഹസിച്ചും മർദ്ദിച്ചും കുരിശേറ്റാൻ കൊണ്ടുപോയവരും അങ്ങനെയാണല്ലോ ധരിച്ചു വെച്ചത്. പക്ഷെ അതിജീവിച്ചത് പീലാത്തോസും യൂദാസും അല്ല. കുരിശ് തകർത്ത് ദുഃഖവെള്ളിക്ക് മുൻപ് പീഡാനുഭവം തന്നവരെ നിങ്ങളുടെ ഔദാര്യവും പ്രകടന പത്രികകളും മാനിഫെസ്റ്റോകളും അല്ല, ഈ രാജ്യത്തിന്റെ ഭരണഘടന മതി. തൊമ്മൻകുത്തിലുള്ളവർക്കും ഈ രാജ്യത്തെ മുഴുവൻ ക്രൈസ്തവർക്കും.